ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഫേസിലെ ഈ ബ്രൈറ്റ്നസ് ഉണ്ടോ, ഇതിപ്പം ഞാൻ ചെയ്ത ഒരു ഫേഷ്യലിൻ്റെ ഫൈനൽ റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഫേഷ്യലിന് 3 സ്റ്റെപ്പാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ കോഫി പൗഡർ, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ കേർഡ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. പിന്നെ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇത് നമ്മുടെ സിനിമ നടി നവ്യ നായരുടെ ഹോം സീക്രട്ട് ഫേഷ്യൽ ഞാനും ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ റിസൾട്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പഞ്ചസാര ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവും. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഫേസിൽ ഇത് സ്ക്രബ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഫേസ് ഫുള്ള് സ്ക്രാച്ച് ആകും. പിന്നെ മുഖത്തിന് ചെറിയ നീരിലൊക്കെ വരും. ഓക്കെ, നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സ്ക്രബിങ്ങിൽ നവ്യ നായർ ഉപയോഗിച്ചിരിക്കുന്ന തൈരിന് പകരം നാരങ്ങ നീരാണ്. പക്ഷേങ്കിൽ എൻ്റെ ഫേസിൽ 2-3 പിമ്പിൾസ് ഉള്ളത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് വരെ ഫേസ് അത്യാവശ്യം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ബ്രൈറ്റ്നസ്സൊക്കെ ഫേസിന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഫ്രഷ് അലോവേരയുടെ ചെറിയൊരു പീസാണ്. ആ പീസ് എടുത്തിട്ട് അതിനെ നടുക്കൂടെ രണ്ടായിട്ടൊന്ന് സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിൻ്റെ പൾപ്പ് ഫുള്ള് ഫേസിലോട്ടാകുന്ന രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫേസിൽ അലോവേരയുടെ ആ ഒരു ജെല്ല് കാണും, അത് ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആകുന്നവരെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഫേസ് ഒന്ന് മസാജ് ചെയ്താൽ നമ്മുടെ ഫേസിന് അത്രയും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കടലമാവ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് എത്ര എമൗണ്ട് വേണോ അത്ര എടുക്കുക. അപ്പം ഫസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം: കടലമാവ്, കോഫി പൗഡർ, തൈര്, കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടി, പിന്നെ തേൻ. ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സാക്കുക. എല്ലാം കൂടി ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ നമ്മുടെ ഫേസിലിട്ട് ഒലിച്ചു പോകാതെ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കണം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഞാൻ കാണിച്ച അളവിനേക്കാളും നിങ്ങൾക്ക് ഇച്ചിരി കൂടി കടലമാവ് പൊടിയും കസ്തൂരി മഞ്ഞളും ഇച്ചിരി കൂടി ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഇത് അത്യാവശ്യം നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഫേസിലിടുന്നുണ്ട്. അപ്പോൾ അത് അത്രയും സമയമെടുത്ത് ഉണങ്ങുമ്പോൾ ഫേസിന് ഇച്ചിരി കൂടി നേരം ഫേസിലിരിക്കും. കുറച്ച് തിന്നായിട്ട് ഇടുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും, ഇട്ടതിൻ്റെ ഒരു പ്രയോജനം കിട്ടത്തില്ല. അപ്പം തിക്ക് ലെയറായിട്ട് തന്നെ ഫേസിൽ ഫുള്ളൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ എത്ര തിക്കായിട്ടിടുന്നോ അത്ര സമയമെടുത്തായിരിക്കും അത് ഒന്ന് ഫേസ് ഉണങ്ങി വരുന്നത്. ഒരു ഹാഫ് ഡ്രൈ ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഫേസിലിട്ടിട്ട് ഇതൊന്ന് ഉണങ്ങി വരുന്നൊരു ടൈം ഉണ്ടല്ലോ, ഇച്ചിരി നമ്മുടെ ഫേസ് ടൈറ്റനായി വരുന്ന ആ സമയമാകുമ്പോൾ പിന്നെ നമ്മൾ സംസാരിക്കാനൊന്നും പോലെ നമ്മുടെ സ്കിൻ നല്ല ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറയുക ചിരിക്കുകയൊക്കെ ചെയ്താൽ സ്കിൻ അങ്ങ് വലിഞ്ഞു പോയിട്ട് പിന്നെ ചുളിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഇത് നല്ല ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് റിമൂവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വെള്ളം മുഖത്ത് നനച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ലൂസായിട്ട് മാത്രമേ ഇത് കഴുകി കളയുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിലോട്ട് മസാജ് ചെയ്യാൻ പോയാൽ അത് ഇച്ചിരി കൂടി നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസിന് തരുന്നത്. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായി വാഷ് ചെയ്യുക. വാഷ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫേസ് ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ അതേ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫേസിലിപ്പോൾ ലിപ്സ്റ്റിക് അല്ലാതെ ഒരു സാധനം ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാകും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.